പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിവെക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ചെറുതൊന്നുമല്ല. ഇത്തരം സംഗമങ്ങൾ വഴിവെക്കുന്നത് കുടുംബ പ്രശ്നങ്ങളിലേക്കും അതുപോലെ തന്നെ കൊലപാതകങ്ങളിലേക്കുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആഭാസങ്ങൾ നിരോധിക്കണമെന്നുവരെ ആവശ്യപ്പെട്ട നിരവധി ആളുകളാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പറയാൻ മറന്നതും സാധിക്കാത്തതുമായ പല പ്രണയവും പലരും പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിലൂടെ വെളിപ്പെടുത്തുകയും പിന്നീട് അത് മറ്റു ബന്ധങ്ങളിലേക്ക് എത്തുകയുമാണ് ചെയ്യാറ്. അത്തരത്തിലൊരു ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് കണ്ണൂരിലെ പരിയാരത്ത് വെച്ച് നടന്നത്. കൈതപ്രത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ കെ രാധാകൃഷ്ണൻ മരണപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ ഭാര്യയായ മിനി നമ്പ്യാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ദീർഘനാളായി മിനി നമ്പ്യാർ പ്രതിയായ സന്തോഷുമായി അടുപ്പത്തിലായിരുന്നു. ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങളും ഫോൺ രേഖകളുമടക്കം പോലീസ് വിശദമായി പരിശോധിച്ചു. ഇതോടെയാണ് സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ മിനി കൂട്ടുനിന്നതായി പോലീസിന് വ്യക്തമാകുന്നത്. ഒരു വർഷം മുൻപ് ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റിൽ സന്തോഷ് അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് മിനി ലൈക്ക് നൽകുകയും ചെയ്തു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെ ഇരുവരും നേരിട്ട് കാണുകയും ആ പരിചയം വീണ്ടും പുതുക്കുകയുമായിരുന്നു. ഈ സൗഹൃദമാണ് സന്തോഷിനെ മിനിയുടെ വീട്ടിലേക്ക് വരെ എത്തിച്ചത്. ഇതിനിടെ പുതിയതായി ഇവർ പണിയുന്ന വീടിന്റെ നിർമ്മാണ ജോലികളും സുഹൃത്തും സഹപാഠിയും എന്ന നിലയിൽ സന്തോഷിനെ ഏൽപ്പിക്കാനും മിനി ഭർത്താവിനോട് പറഞ്ഞു. എന്നാൽ മിനിയുടെയും സന്തോഷിന്റെയും ഇടപെടലിൽ സംശയം തോന്നിയ രാധാകൃഷ്ണൻ മിനിയുമായി വാക്കുതർക്കമുണ്ടായി. കൂടാതെ സന്തോഷിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഈ സംഭവം കുടുംബ കലഹങ്ങളിലേക്ക് വഴിവെക്കുകയും മിനി അമ്മയുടെ കൂടെ കൈതപ്രത്തെ വാടക വീട്ടിലേക്ക് താമസം മാറുകയുമായിരുന്നു. ഈ വീട്ടിലേക്കും സ്ഥിരമായി സന്തോഷ് എത്താറുണ്ടെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇരുവരുടെയും ബന്ധത്തിന്റെ പേരിൽ രാധാകൃഷ്ണൻ ഭാര്യയെ ശകാരിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത വിരോധത്തിലാണ് സന്തോഷ് രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. കൊലപാതകം നടന്ന ദിവസം പ്രതി സന്തോഷ് ഭീഷണി സ്വഭാവമുള്ള ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. തുടർന്ന് സന്തോഷിന്റെ ഫോൺ വിളികൾ പരിശോധിച്ചതോടെയാണ് സംഭവത്തിൽ ഭാര്യയായ മിനി നമ്പ്യാർക്കും പങ്കുണ്ടെന്ന് തെളിവുകൾ പോലീസിന് ലഭിക്കുന്നത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കൊലപാതകത്തിന് ഒത്താശ ചെയ്തതിന് മിനി നമ്പ്യാരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കൊലപാതകം നടന്ന 40 ദിവസത്തിന് ശേഷം കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയോടെ ചോദ്യം ചെയ്യാനായി പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് മിനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പ്രതിയെ പയ്യന്നൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.